സർ, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പൊതുവെ എല്ലാവർക്കും കോൺഗ്രസിൽ നിന്ന് ആരായിരിക്കും അവിടെ നിൽക്കുക എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു സംസാരം. ഒരുപക്ഷെ LDF BJP-യെക്കാളും അപേക്ഷിച്ച് കോൺഗ്രസിൽ ഏത് വ്യക്തിയാണ്, രണ്ടുപേരുടെ പേര് നമ്മളുടെയൊക്കെ മുന്നിലുണ്ട്, ആരായിരിക്കും എന്നൊരു ചോദ്യമാണ്. അത് ജോയിയുടെ പേരാണ് അൻവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഷൗക്കത്തിനോട് അത്ര താല്പര്യം ഇല്ല അൻവറിന്. പക്ഷേ അവിടെ UDF ഒരു വിജയം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് അൻവറിൻ്റെ വിജയമായിട്ട് വേണം കാണേണ്ടത്. അതെ അതെ. കാരണം അൻവർ 2016-ലും 2021-ലും CPM-ൻ്റെ സ്വതന്ത്രനായ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു. 2016-ൽ കിട്ടിയ അത്രയും ഭൂരിപക്ഷം ഇല്ല 2021-ൽ വന്നപ്പോൾ. ഏതാണ്ട് 3000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത്. തുടർന്ന് അൻവർ CPM-നെയും പിണറായി വിജയനെയും പോലീസ് തലപ്പത്ത് ഇരുന്ന ADGP അജിത് കുമാറിനെയും ഒക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട്, പാർട്ടിയെയൊക്കെ തന്നെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് അൻവർ ഇറങ്ങിയത്. അൻവർ ഇറങ്ങി DMK-യിൽ ചേരാനുള്ള ശ്രമം നടത്തി, അത് നടന്നില്ല. അത് കഴിഞ്ഞ് തൃണമൂലിലേക്ക് പോയി. അങ്ങനെ തൃണമൂലിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇവിടെ UDF-ൻ്റെ ഭാഗമാകാൻ നിൽക്കുകയാണ് അൻവർ. ഒരുപക്ഷെ കോൺഗ്രസ് CPM ഒരു പോരിനേക്കാളും അൻവർ LDF സർക്കാർ ഒരു പോരായിരിക്കും കാണാൻ. അത് അവിടെ വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ UDF-ൻ്റെ സ്ഥാനാർത്ഥിക്ക് വിജയം ഉണ്ടായാൽ അത് അൻവറിൻ്റെ വിജയമാണ്. ഇനിയും അവിടെ പരാജയം സംഭവിച്ചാലോ അത് അൻവറിൻ്റെ തന്നെ ഒരു രാഷ്ട്രീയ ഭാവി തീർക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന പോരാട്ടവുമാണ് അവിടെ നടക്കുന്നത്. കാരണം അവർക്ക് രണ്ട് കാര്യമാണ്. ഒന്ന്, അൻവറിനെ കൊണ്ടുവന്നത് CPM ആണ്. അവിടെ നിർത്തി മത്സരിപ്പിച്ച് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ഈ മണ്ഡലം CPM എടുത്തു. പിന്നെ ജനവിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരമില്ല, പിണറായി വിരുദ്ധ തരംഗം കേരളത്തിലില്ല എന്ന് കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടി CPM ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ച് മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷം ഗംഭീരമായിട്ട് അമ്മായിയപ്പനും മരുമകനും കൂടി ആഘോഷിച്ചു. ഒരുപക്ഷെ CPM-ന് ഇത് ഒരു നിർണായക CPM-ന് നിർണായകമാണ്. ഇവിടെ UDF വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു അടുത്ത 2026-ലേക്കുള്ള പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പക്ഷേ 26-ൽ വരുമ്പോൾ ഒന്നും കൂടി വളരെ നിർണായകമായി മാറും. കാരണം BJP-യുടെ നീക്കം എന്ന് പറയുന്നത് അതിശക്തമാണ്. BJP മണ്ഡലത്തിൽ മത്സരിക്കും, ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും എന്തായാലും, അങ്ങനെ പിന്മാറത്തില്ല. പക്ഷേ BJP വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും. ഹിന്ദുക്കളുമുണ്ട്, ക്രൈസ്തവരുമുണ്ട്, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ഒക്കെ നിലമ്പൂരിൽ ഉണ്ടെന്നുള്ളതാണ്. ഈ നിലമ്പൂരിന് പണ്ടേ ഒരു മതേതര സ്വഭാവമുണ്ട്. കാരണം അവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് കൂടുതലും നിലമ്പൂരിന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ആര്യാടൻ മുഹമ്മദിനെയാണ്. ആര്യാടൻ മുഹമ്മദ് ഒരു മതേതര സ്വഭാവമുള്ള ആളാണ്, അല്ലാതെ ഈ ലീഗുമായിട്ടൊന്നും പൊരുത്തപ്പെട്ടു പോകുന്ന ആളുമല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ വരെ യോഗ്യനായിട്ടുള്ള ആളായിരുന്നു ആര്യാടൻ മുഹമ്മദ്. ആ ആര്യാടൻ മുഹമ്മദിൻ്റെ പേരിൽ കൂടിയാണ് മകൻ ഷൗക്കത്തോടെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. പക്ഷേ ഷൗക്കത്തിന് UDF സീറ്റ് കൊടുത്തില്ലെങ്കിൽ അത് ഏത് തരത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് കാണേണ്ട കാര്യമാണ്. ഇവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും തൃക്കാക്കരയിലെയും പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ അന്നോ പിറ്റേ ദിവസമോ ആയിട്ട് സ്ഥാനാർത്ഥി നിർണയം നടത്തി കഴിഞ്ഞു UDF. എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. പക്ഷേ ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇന്ന് വൈകുന്നേരമോ നാളെയോ ഉണ്ടാകത്തില്ല. അവർക്കിപ്പോഴും അതിനകത്തൊരു ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. ജോയിയോ ഷൗക്കത്തോ, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ആയിരിക്കും മത്സരിക്കുക. അത് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. ഷൗക്കത്ത് LDF സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടില്ല. LDF UDF-ൻ്റെ സ്ഥാനാർത്ഥി ആരാകട്ടെ എന്നറിയാൻ. ഇനി ഷൗക്കത്ത് ചാടി വരുമോ എന്നും CPM വിചാരിക്കുന്നുണ്ട്. ഷൗക്കത്ത് ചാടി വന്നു കഴിഞ്ഞാൽ പാലക്കാട്ട് സരിനെ പിടിച്ചിരുത്തിയതുപോലെ ഷൗക്കത്തിനെ CPM-ൻ്റെ സ്ഥാനാർത്ഥിയാക്കാം എന്നും അവർ കണക്ക് കൂട്ടുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ സ്വരാജ് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. LDF-നെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായക പോരാട്ടമാണ്. കാരണം അവർക്ക് അൻവറിനെ എങ്ങനെയെങ്കിലും തോൽപ്പിച്ചേ പറ്റുകയുള്ളൂ. ഇവിടെ UDF-ൻ്റെ വിജയം ഉണ്ടായി കഴിഞ്ഞാൽ അത് കേരളം മുഴുവൻ ആഘോഷിക്കുമെന്നുള്ളതാണ്. കാരണം പിണറായിയെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളം മുഴുവൻ. കഴിഞ്ഞ ദിവസമൊക്കെ മന്ത്രിസഭയുടെ 4ാം വാർഷിക ആഘോഷ സമയത്ത്
വലിയ ആൾക്കൂട്ടവും മറ്റുമൊക്കെ കണ്ടു. ആ ആൾക്കൂട്ടം കാണുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാകുന്നുണ്ട്, 80-ലെത്തി നിൽക്കുന്ന പിണറായി വിജയന് വീണ്ടും കേരളം തിരഞ്ഞെടുക്കുമോ, വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമോ എന്ന് നെഞ്ചിടിപ്പോടുകൂടിയാണ് കേരളം നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ UDFന് വിജയം നിലമ്പൂരിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടി CPMന് ഉണ്ടാക്കി വയ്ക്കും. കാരണം അവർക്ക് CPMനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കും എന്നുള്ളതാണ്. അപ്പോൾ സ്വരാജിനെ ചിലപ്പോൾ ഇറക്കാനുള്ള സാധ്യതയും ഉണ്ട്. സ്വരാജ് 2016 തൃപ്പൂണിത്തറയിൽ നിന്ന് മുൻമന്ത്രി K ബാബുവിനെ പരാജയപ്പെടുത്തി. പക്ഷേ 2021 ബാബു സ്വരാജിനോട് നല്ല പ്രതികാരം വീട്ടുകയും ചെയ്തു, വളരെ നേരിയ വോട്ടിന് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിലമ്പൂരിലെ ഒരു പോരാട്ടം എന്ന് പറയുന്നത് അൻവറിന് വലിയ അഭിമാനം പ്രശ്നമാണത്. കാരണം CPMനെ വെല്ലുവിളിച്ച് രംഗത്ത് വന്ന ആളല്ലേ. അപ്പോൾ CPMനെ പരാജയപ്പെടുത്തണം. CPM ഏതൊക്കെ രീതിയിൽ വഴിതെറ്റിപ്പോകുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ജോയിയെ നിർത്തിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകൾ എളുപ്പം നേടാമെന്നുള്ളതാണ് വിലയിരുത്തൽ. 22% വരെയാണ് നിലമ്പൂർ മണ്ഡലത്തിലെ ക്രൈസ്തവ വോട്ടുകൾ. ആര്യാടൻ ഷൗക്കത്ത് എടുത്ത നിലപാടുകൾക്കെതിരായി പ്രാദേശികമായി ഉയർന്ന വിയോജിപ്പുകളും ഒക്കെ ഉണ്ടെങ്കിലും മുസ്ലിം ലീഗിൻ്റെയും പിന്തുണ ഒക്കെ ജോയിക്കുണ്ടെന്നുള്ളതാണ്. മുസ്ലിം വോട്ട് വളരെ കൂടുതലായിട്ട് ആ മണ്ഡലത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ അനുകൂല ഘടകമാക്കാൻ പറ്റും. പിന്നെ അൻവറിന് മാത്രമായിട്ട് കുറച്ച് വോട്ടുണ്ട് അവിടെ, പ്രത്യേകിച്ച് ഒരു ഭരണവിരുദ്ധ വികാരം, അതിൻ്റെ വോട്ടും ഉണ്ട്. എങ്ങനെ വന്നാലും അൻവറിൻ്റെ കയ്യിൽ ഒരു 4000 വോട്ടെങ്കിലും ഉണ്ടെന്നുള്ളതാണ്. ആ വോട്ട് പിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം മൊത്തത്തിൽ നിൽക്കുന്നുണ്ട്, ആ വോട്ടും സമാഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ പരമ്പരാഗതമായിട്ടുള്ള UDFൻ്റെ വോട്ട് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ BJP ഏത് തരത്തിൽ അവിടെ വോട്ട് പിടിക്കുമെന്നുള്ളതും നോക്കണം. BJP എന്തായാലും ഒരു വോട്ട് വർധനവുണ്ടാക്കും. ഹൈന്ദവരുടെ വോട്ടുണ്ട്, അത് മുഴുവൻ BJPക്ക് കിട്ടണമെന്നുമില്ല. ക്രൈസ്തവരുടെ വോട്ടും BJPക്ക് കിട്ടാം. ഇപ്പോൾ ക്രൈസ്തവരുമായിട്ട് അല്പം ചേർന്ന് നിൽക്കുകയാണ് BJP. അതും ഇവർക്ക് തിരിച്ചടി ഉണ്ടാക്കും. UDFന് ക്രൈസ്തവരുടെ വോട്ട് മുഴുവൻ UDFന് കിട്ടേണ്ടതാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അല്പം ഭൂരിപക്ഷം കുറയുമെന്നേ ഉള്ളൂ. അൻവർ മത്സരിക്കുമ്പോൾ 2700-3000 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ 21 കിട്ടിയത്. പക്ഷേ ഇക്കുറി അതിന് മാറ്റം ഉണ്ടാവും. കാരണം പിണറായിക്കെതിരായിട്ടുള്ള ഒരു തരംഗം ഉണ്ട്. നിലമ്പൂരിൽ CPMന് എത്രത്തോളം ഒരു ആധിപത്യം ഉണ്ട് അവിടെ? CPM വിജയിച്ചിട്ടുള്ള കാലവുമുണ്ട്. പക്ഷെ ആര്യാടൻ മുഹമ്മദിനായിരുന്നു അവിടെ ഒരു മുൻതൂക്കം കോൺഗ്രസിന്റെ. പക്ഷെ ആര്യാടൻ ഒരു മതേതര സ്വഭാവമുള്ള ആളാണ്. ആര്യാടൻ ഒരു വർഗീയതയും അംഗീകരിക്കാത്ത ആൾ കൂടിയാണ്. അതുകൊണ്ട് ഷൗക്കത്ത് അതുകൊണ്ടാണ് ഈ ഷൗക്കത്തിന് അവിടെ ആ മണ്ഡലം ഷൗക്കത്ത് അവിടെ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അൻവറിനോട്. അപ്പം ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വിട്ടു പോകാൻ താല്പര്യമില്ല. ഷൗക്കത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ മണ്ഡലം വേറെ കൊടുക്കാം എന്ന് കോൺഗ്രസ് ഒരു ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനോട് ഷൗക്കത്ത് ചേരുന്നില്ല. നമുക്കറിയാം, ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. ഇനി 2026 അടുത്ത തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. ഒരു പക്ഷേ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിൽ ഷൗക്കത്തുമായിട്ടോ അല്ലെങ്കിൽ ജോയിയുമായിട്ടോ 2 പേരാണ് ഇപ്പോൾ നമ്മുടെ കൺമുൻപിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവരിലുമായിട്ട് ഒരു കോൺഗ്രസ് ഒരു ചർച്ച നടത്തി മറ്റുള്ള ചില കാര്യങ്ങൾ, അതായത് ചില മേഖലയിലോട്ട് മാറ്റത്തക്ക രീതിയിൽ അല്ല ചില സ്ഥാനങ്ങളിലോട്ട് മാറ്റത്തക്ക രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ജോയി നിർത്തിക്കൊണ്ട് ആര്യാടൻ സപ്പോർട്ട് ചെയ്യില്ലേ? ഇതിനകത്ത് ഇപ്പോൾ UDFന് തോൽവി സംഭവിച്ചാൽ UDFന് ഒന്നുമില്ല. കാരണം അവർ CPMകാർ അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി എന്ന് പറയാം. പക്ഷേ UDFൻ്റെ ഭാഗമായി നിൽക്കുന്ന അൻവറിന് പക്ഷേ കനത്ത തോൽവിയായിരിക്കും അത്. UDFന് മൊത്തത്തിൽ അവർ വേണേൽ പറയും അവരുടെ സീറ്റാണ് അവർ നിലനിർത്തി എന്ന് വേണേൽ പറയാം. പക്ഷേ അൻവറാണല്ലോ വെല്ലുവിളിച്ച് ഇറങ്ങിയത്, പാർട്ടിയെ വെല്ലുവിളിച്ച്.
അത് അൻവറിന് വലിയ കനത്ത തോൽവിയും അൻവറിന് ചിലപ്പോൾ അതോടുകൂടി രാഷ്ട്രീയ ഭാവി തീരുകയും ചെയ്യും. ഇനി UDF വിജയിച്ചു കഴിഞ്ഞാൽ അൻവറിൻ്റെ വിജയവുമാണ്. അൻവറിന് UDF പ്രവേശവും എളുപ്പമാകും എന്നുള്ളതാണ്.